ഇത്തങ്ങൾ ഫ്രോക്ക് നൈറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് വീഡിയോ ഇടും. ഞങ്ങൾ ഒരുപാട് വീഡിയോസുകൾ കണ്ട്, പക്ഷെ അതിൽ നിന്നൊന്നും ക്ലിയർ ആയിട്ടില്ല. നിങ്ങളെ വീഡിയോസ് പറയുമ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഒരുപാട് എളുപ്പമാണ്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. ഒരുപാട് പേര് വീണ്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ അടിക്കുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് സീസൺ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളെ യൂട്യൂബ് മീറ്റപ്പിൻ്റെ തിരക്കും, അത് കഴിയുമ്പോക്കിന് 2-3 ഡ്രസ് കോഡിൻ്റെ വർക്കിൻ്റെ ഒക്കെ ഇത് കിട്ടിയിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയപ്പോക്കിന് നേരം വൈകി, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയത്. ഇപ്പോൾ വലിയ പെരുന്നാളിൻ്റെ സീസൺ ആയി തുടങ്ങി. അപ്പോൾ അതിലേക്ക് കൂടുതൽ പേരും ഇന്നലെ ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് ഒരു 50 പീസ് അടിച്ചത് കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അങ്ങനെ കുറച്ച് ബൾക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. 50-60 പീസ് ഓരോരോ മോഡലായിട്ട് അടിക്കാൻ. അപ്പോൾ 2-3 പേരെ കൂടെ നമ്മൾ അടിക്കാനും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് അൽഹംദുലില്ലാ നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരുവിധം പേരൊക്കെ വിളിച്ചിട്ട് അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഈ വീഡിയോസിലെ മെറ്റീരിയൽ കണ്ടിട്ട് ആരും ചോദിക്കരുത്, ഇതൊക്കെ ഓർഡർ തന്നതാണ്. ഓരോരുത്തർ മോഡൽ പറഞ്ഞു തരും. ഈ ഒരു മോഡലിൽ വേണം, ഈ മിക്സ് ആൻഡ് മാച്ച് മോഡലിൽ വേണം, ഈ മോഡലിൽ വേണം. അതിൽ 10 പീസ് 20 പീസ് 50 പീസ് അങ്ങനെയാണ് ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെ അടിച്ചത് ഏറെ നമ്മൾ അങ്ങനെ കൊടുക്കാത്തത്, പ്രോത്സാഹിപ്പിക്കാത്തത് നമ്മൾ ബിസിനസ്സുകാരെ ക്രിയേറ്റർമാരുണ്ടാക്കുക എന്നല്ലേ. അപ്പം നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനുള്ളതൊക്കെ നമ്മളിതാ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ അടിച്ച് പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രോക്ക് നൈറ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകൾ വരും. ഒന്നൊന്നും മനസ്സിലായിട്ടില്ലേ പിന്നൊന്ന് കാണുക. ഒരു ദിവസം അതിനായിട്ടാണ് നല്ല മൈൻഡിലാണ്ട് ഇരിക്കുക. അപ്പം മനസ്സിലാകാവുന്നതേ ഉള്ളൂ. മനസ്സിലാവാത്തത് നമ്മളെ നമ്പർ 92 078 15 205 ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പറ്റുന്ന പോലൊക്കെ ക്ലിയർ ആക്കിയിട്ട് തരണ്ടേ. ഫ്രോക്ക് നൈറ്റിൽ നിന്ന് പേര് കേട്ടിട്ടൊന്നും ആരും ബേജാറാവേണ്ട. അത് ഏറ്റവും സിമ്പിളായിട്ട് അടിക്കാനുള്ള ഒരു ഐറ്റമാണ്. വേണമെങ്കിൽ നമുക്കിത് എംബ്രോയ്ഡറി വെച്ചിട്ട് അടിക്കാം, ഇല്ലെങ്കിൽ എംബ്രോയ്ഡറി വെക്കാതെ അടിക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചുരിദാറിനൊക്കെ പോലെ അങ്ങനെ അടിക്കാം. അപ്പോൾ ഇത് 52 സൈസിൽ 56 സൈസിൽ അടിക്കേണ്ടതാണ്. 52 സൈസുള്ള ആൾക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നൈറ്റിക്ക് എടുക്കുന്നത് പോലെ തന്നെ 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളമായിട്ട് ബാക്ക് കഴുത്തിൻ്റെ അടയാളം അവിടെ വെക്കുക. പിന്നെ നമ്മളൊരു 12 ഇഞ്ച് ഷോൾഡർ എന്ത് ചെയ്യുക, ഒരു 5.5 എടുക്കുക. 12 ഇഞ്ച് വീതി നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ. അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്നുള്ള ഈ ആം ഹോളിലേക്കുള്ള ഈ ഇറക്കം ഒരു 8 ആക്കുക. ഇത് അധികം തടിയുള്ള ഒരാൾക്കല്ല. ഇവിടെ ഈ കക്ഷത്തിൻ്റെ അവിടെ ഒരു 1.5 ഇഞ്ച് ചെരിച്ചിട്ട് അടിക്കുക. അതുപോലെ കക്ഷത്തിൻ്റെ ഇവിടെ അങ്ങനെ നമ്മൾ ചുളിവ് വരാതിരിക്കാൻ ഒന്നും കൂടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 15 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതാണ് നമ്മുടെ സ്ലിറ്റ്. അവിടെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ വീതി കൂട്ടിയെടുക്കുക. നമ്മൾ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ അവിടെ 12 ആണെങ്കിൽ ഇവിടെ ഒരു 14 എടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിള്. ഈ പറയുന്ന അളവിനേക്കാളും ഒരിത്തിരി ഏറെ നമ്മളെടുക്കുക. ഇത് ഞാൻ കുറച്ച് കൂട്ടിയെടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ തടിയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തടിയുള്ള ഒരാളുടെ കണക്കിനാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. 52 സൈസുള്ള ഒരു ഇറക്കമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനിവിടെ 11 അടിയിൽ നിന്ന് കട്ടിങ് എടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് 5 ആക്കിയിട്ട് 11 എന്നുള്ളത് 5 ആക്കിയിട്ട് മാറ്റിയെടുക്കുക. ഇങ്ങനെ ഇത്രയും ഇറക്കത്തിൽ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇറക്കം കുറയും. അപ്പോൾ ഇത് 52 സൈസുള്ള ആളായതുകൊണ്ട് ഞാൻ 10 വെച്ചിട്ട് തന്നെ മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓൽക്ക് ഫ്രില്ല അങ്ങനെ മുകളിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും 10 എടുത്താൽ മതി. ആ 10 ഇങ്ങനെ മടക്കിയിട്ട് അടിയിൽ ചെറിയ ഫ്രില്ലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. അപ്പോൾ അതങ്ങനെ മടക്കി എടുത്തതുകൊണ്ട് ഇപ്പോൾ 4 പീസ് ഇങ്ങനെ വലുതാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്. ഇതിങ്ങനെ നടുഭാഗം നമ്മൾ ഈ മടക്കി വെച്ച ആ ഭാഗം കട്ട് ചെയ്തിട്ട് 4 ആക്കിയിട്ട് എടുക്കുക. ഈ 4 ഭാഗവും കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഒരറ്റം നമ്മൾ നൈറ്റിൻ്റെ അടി മടക്കി അടിക്കുന്ന പോലെ 4ഉം കൂടി ടോട്ടൽ കൂട്ടി അടിച്ചതിന് ശേഷം അടിഭാഗം കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു പീസാണ് നമുക്ക് നൈറ്റിൻ്റെ പീസാക്കിയിട്ട് കിട്ടുക. ഇനി ഇതിൽ നമ്മൾ ഷോൾഡർ അതുപോലെ കൈയൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കുക. നേരത്തെ അടയാളപ്പെടുത്തിയ അതേ അളവിൽ തന്നെ എടുക്കുക. ഏത് എങ്ങനെ
നല്ല ക്ലോത്ത് അങ്ങനെയുള്ള ക്ലോത്ത് GSM അത് ഇതൊക്കെ പറഞ്ഞാലും കോട്ടൺ ആണ് സാധനം. അപ്പോൾ ആ ഒരു കൺട്രോളിങ്ങിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ കയ്യിനേക്ക് ആയിട്ടെടുക്കുക. ഇതൊരു ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തിൽ കയ്യിനൊന്നും വേണ്ട. പിന്നെ അധികം തടിയും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതാ ഇവിടെ അധികം നമ്മൾ ഇതാക്കി എടുക്കണ്ട. ഇങ്ങനെ ആക്കി ഇത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ഇതിൻ്റെ കട്ടിങ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിത് അടിക്കേണ്ടത് വല്ലാതൊന്നും പഠിക്കാനൊന്നും ഇല്ല, സിമ്പിളാണ്. എന്നാലും ചെറുതായിട്ട് അടിക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫ്രണ്ട് പീസിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്തും ഈ അടിഭാഗത്ത് ഒരു ഇത്തിരി ഒഴിവാക്കുക. ഈ ഒരു പീസാണ് നമ്മൾ കയ്യിന് വേണ്ടിയിട്ട് എടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചും മറിച്ചും. അത് ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അറിയാത്തവർ അങ്ങനെ ചെയ്യാം. ചിലർ പറയാറില്ല ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ കയ്യിന് ഇനി എന്താ ചെയ്യാമെന്നത്. ഒരു ചേച്ചിക്കുള്ളതായതുകൊണ്ട് ഇവർക്ക് കൈ വേണ്ട, എന്നാലും പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് നോക്കാം. ഇത് കയ്യിൻ്റെ പീസാണ്, ഇത് വേറൊരു പീസാണ്. അത് പിന്നെ ചേച്ചിക്കുള്ളതായതുകൊണ്ട് ഇനി കയ്യിൻ്റെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തതാണ്. ഇത് 2 പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് ഇങ്ങനെ അടിച്ച് നമ്മളെ നൈറ്റിൻ്റെ കൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ എടുത്തിരുന്ന ആ 4 പീസ് ഉള്ളതാണ്. ഇത് പരസ്പരം കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക. എങ്കിലായാലും വീട്ടുപണിയിലൊക്കെ ആയാലും നമുക്ക് എളുപ്പമുള്ളൊരു രീതി ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ്. ഒരു പകുതി പണി കഴിഞ്ഞൊരു ആശ്വാസമാണ് എനിക്ക്. ഈ കയ്യിൻ്റെ പണിയും ഷോൾഡർ ഈ എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യാറുള്ളത് കയ്യിൻ്റെ പണി എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏച്ച് പീച്ച് ആ പരിപാടിയാണ് എനിക്ക് മടിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം എടുക്കും. പിന്നെ ഇപ്പോൾ ഇതാ ഇതിൻ്റെ അടിഭാഗം അടക്കലും കഴിഞ്ഞ് കൈ രണ്ടും കൂട്ടലും കഴിഞ്ഞ് പകുതി പരിപാടി നമ്മളിത് ഫിനിഷ് ചെയ്യും. നമുക്ക് പണിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, മൂടുള്ള സമയത്ത് ചെയ്യുക. ഞാൻ ചിലപ്പോൾ രാവിലെ ആവും എനിക്ക് മൂട്. അപ്പോൾ എന്ത് ചെയ്യും, നെക്കിൻ്റെ ഭാഗമൊക്കെ രാവിലെയാണ് ക്ലിയർ ആക്കിയിട്ട് അവിടെ വെക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്നായിട്ട് കൂട്ടി അടിക്കാണ്ടുള്ളൂ. അത് നമുക്ക് മൂടില്ലെങ്കിലും അങ്ങനെ അടിച്ചു പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നെക്കിൻ്റെ ഭാഗമാവും പ്രയാസം, അത് വേഗമാക്കി വെക്കുക. ഏതായാലും ഇനി നെക്കാണ് നമുക്ക് അടിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ നൈറ്റിയിൽ എന്ത് ചെയ്ത് ആദ്യം ഫ്രണ്ടിൻ്റെ ബാക്കായത്ത് ഭാഗം മാത്രമാണ് ആക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ 5.5 ഇഞ്ച് 6 ഇഞ്ച് ആ രീതിയിൽ എടുക്കുക. ഞാനിൻ്റെ ഏകദേശം രൂപത്തിൽ അങ്ങനെ എടുത്തതാണ്. ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളൊരു പീസ് വെച്ചിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇവർക്ക് എംബ്രോയ്ഡറി നെക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എംബ്രോയ്ഡറി നെക്ക് വെക്കണം എന്നുള്ളവർ ചിലർ പറയും അതിങ്ങനെ തുന്നി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അത് വേണ്ട, ഷിബ് വേണ്ടാന്ന് പറയും. ചിലർ പറയും ഷിബ് വേണം, ഷിബില്ലാതെ നൈറ്റി പറ്റൂല എന്ന് പറയും. അങ്ങനെ പലരും പല മോഡലിലാണ്. എന്തായാലും ഈ ആൾക്ക് നെക്ക് ഷിബ് വേണ്ട, അതുപോലെ എംബ്രോയ്ഡറി നെക്കും വേണ്ട. അതുകൊണ്ട് നമ്മളിങ്ങനെ സിമ്പിളായിട്ടാണ് അടിക്കേണ്ടത്. നമ്മളെ കസ്റ്റമർ ഈസ് കിങ് എന്നാണല്ലോ. കസ്റ്റമേഴ്സ് എന്താണോ പറയണേ, എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ ഇതാ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള നീളമുള്ള പീസ് തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് 320 തുണിയാണ്. ഇത് വെച്ചിട്ട് 56 സൈസുള്ളവർക്ക് ഫ്രോക്ക് നൈറ്റി അടിക്കാനാണ്. 56 സൈസും ഇറക്കം വേണമെന്നുള്ളവർക്ക് ഫ്രോക്ക് നൈറ്റി അടിക്കുമ്പോൾ നമുക്ക് 290 കൊണ്ട് ചിലപ്പം തികയൂല. ചിലർക്ക് പറ്റും എന്താ വെച്ചാൽ ഓൾക്ക് അധികം ഇറക്കം വേണ്ടെന്ന് പറയും. ചിലർ പറയും നല്ല ഇറക്കത്തിൽ തന്നെ വേണം. അപ്പോൾ പിന്നെ നമ്മൾ 320 തുണി തന്നെ എടുക്കേണ്ടി വരും. ഇതിങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുക. ചിലർ പറയും ക്രോസ് പീസ് ഇല്ല ഞാൻ നന്നാവില്ല നാക്ക് വെറുതെ. നമ്മളിങ്ങനെ ഡയറക്റ്റ് പീസ് ആയാലും മൊത്തത്തിൽ ഒന്നാകെ വെട്ടിട്ട് കൊടുത്താൽ നമുക്കത് വൃത്തിയായിട്ട് നീറ്റായിട്ട് കിട്ടും. ഇങ്ങനെ ക്രോസ് പീസ് അല്ലാത്ത സമയത്ത് നമ്മൾ നിർത്തി ഇത്തിരീശ മടക്കി അടിക്കുക. എന്നിട്ട് ഇതാ ഷോൾഡർ കൂട്ടണതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോളി. ഇങ്ങനെ ആദ്യം ബാക്കായത്ത് ഇങ്ങനെ അടിച്ചതിൻ്റെ ശേഷം ഷോൾഡർ കൂട്ടുക. ഇങ്ങനെ ആകുമ്പോൾ ചുരിദാറിൻ്റെ പോലെ അവിടെ കഴുത്തിൻ്റെ ഭാഗത്തൊരു വൃത്തിയായിട്ട് കിടക്കും. രണ്ടും നിങ്ങളെ ചോയ്സാണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ യൂണിറ്റിന് എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എംബ്ലൊക്കെ വെക്കാം. ഞാൻ പിന്നെ സുറുമി ബ്രോസ് എന്നുള്ള വെക്കാത്ത ഞങ്ങൾ 4 പേര് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സുറുമി ബ്രോസ് എന്നുള്ള ചാനലിൻ്റെ ഒറ്റക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു എംബ്ലം വെക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ പരിപാടിക്ക് നിൽക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് അതൊരു പരസ്യവും ഒരു ഇതൊക്കെ ആവും. അപ്പോൾ ഈ ബാക്കായത്ത് വെക്കുമ്പോൾ അതങ്ങനെ പതിച്ചടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നോളും. അപ്പോൾ അത് നമ്മളെ നെക്കിൻ്റെ പരിപാടി ഇവിടെ തീർന്ന്. ഇനി എംബ്രോയ്ഡറി നെക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ അടിക്കുന്നത് ഇട്ടിട്ടുണ്ട്. അത് പോയിട്ട് കാണുക. വേണ്ടവർക്ക് നിങ്ങൾ ചോദിച്ചാൽ ലിങ്ക് ഞാൻ അയച്ചു തരും. കമൻ്റായിട്ട് ചോദിച്ചാൽ മതി.
ഇനി അതല്ലെങ്കിലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ വാട്സപ്പിൽ ചോദിക്കണതിനേക്കാളും പെട്ടെന്ന് നമുക്ക് മറുപടി തരാൻ പറ്റുക യൂട്യൂബിൽ ഇതിൻ്റെ ലിങ്കിൽ ഇത് തരുമ്പോഴാണ്. അതുപോലെ ഇനി ഏതെങ്കിലും വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിലും കമൻ്റായിട്ട് പറയാം. നമ്മൾ പറയേണ്ടത് മനസ്സിലാവുണ്ടെങ്കിലും മനസ്സിലാവണില്ലെങ്കിലും അതും പറയാം. ഒറ്റ ഇരിപ്പിന് 10-15 ഇരുന്നടിക്കുക. ഇങ്ങനത്തെ നൈറ്റി ആകുമ്പം എംബ്രോയ്ഡറി നെക്ക് വേണ്ട, ഷിബ് വേണ്ട, ചൊറകളൊന്നുമില്ല. അതുപോലെ കൂടുതൽ കയ്യും വേണ്ട. നമ്മൾ ഈ കുറച്ച് പ്രായമുള്ള ഇത്തമാരുടെ നൈറ്റിയൊക്കെ അടിക്കുമ്പോഴാണ് നട്ടപ്പിരാന്ത് വരിക. ആ വെള്ളമുള്ളതും കൂടി ഇട്ടാണ്ടി കൈ നല്ലോണം പോന്നോട്ടെ കുച്ചിപ്പുറ്റ് തീരൂല. അപ്പോൾ ഇനി നമുക്കിതാ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞ് നെക്കിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് കഴുത്താണ് വെക്കേണ്ടത്. കഴുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ഈ നടുഭാഗത്തൊരു വെട്ട് ഇടുക. എന്നിട്ട് അത് ഈ ഷോൾഡറിൻ്റെ ഈ കൂട്ടിയ ഈ ഭാഗത്ത് തന്നെ അങ്ങനെ വെക്കുക. എന്നാൽ പിന്നെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആ ഷോൾഡറിൻ്റെ ആ അരൂല് ആം ഹോളിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ഇത്തിരിയും കൂടി കുഴിച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പിന്നെ ചിലവർ പറയില്ല കഴുത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്ര നല്ല രസമുള്ള തുണി കൊടുത്തിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള തുണി കൊടുത്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് വലുതാക്കി പറഞ്ഞ് നമ്മളെ നാട്ടുകാർ. നമ്മൾക്ക് ലാഭം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊന്തരുതെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഇരട്ട് കൊടുക്കണ മാതിരിയാണ് ഈ അടിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ. പോലെ ഓള് മാക്സി അടിച്ചാൽ എപ്പോഴും തുമ്പ് വിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തൊക്ക് വിടും. അതല്ലെങ്കിൽ ഓള് ഇതാക്കി അടിച്ചാൽ പിന്നെ കൗത്ത് പിരിഞ്ഞുകൊണ്ടാണ്, കൈ അങ്ങോട്ടായിക്കൊണ്ടാണ് ഇങ്ങോട്ടായിക്കൊണ്ടാണ്. ഇനി പറയാത്ത കുച്ചിപ്പുറ്റുകൾ ഉണ്ടാവില്ല. അപ്പം ഇനിയിപ്പോൾ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ കൈ അവിടെ നിന്നാണ്ട് അടി വരെയാണ്ട് അടിച്ചു കൊടുക്കുക. ഒരു ഭാഗം മാത്രം കൂട്ടുക, മറ്റേ ഭാഗം അവിടെ ഓപ്പൺ ആക്കിയിടുക. ഒരു ഭാഗം മാത്രം ആദ്യം കൂട്ടാൻ പാടുള്ളൂ കൈ മൊത്തത്തിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ 4 വലിയ പീസാക്കിയിട്ട് വെച്ചിട്ടുള്ള അത് അടിഭാഗത്ത് അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഓപ്പൺ ആയി കിടക്കേണ്ട ഒരു ഭാഗം അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഷിമ്മീസിനൊക്കെ ഇടുന്ന പോലെ, അതല്ലെങ്കിൽ നഴ്സറി ഉടുപ്പില്ല അതിനൊക്കെ ഫ്രില്ലിടണ പോലെ അങ്ങനെ ഫ്രില്ലിടുക. നേരത്തെ നമ്മൾ അടിഭാഗം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രില്ലിടാൻ വെക്കേണ്ടത്. അപ്പോൾ കൂടുതൽ നീട്ടി വലിച്ചിടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഭാഗമൊക്കെ ഞാൻ അങ്ങനാണ്ട് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ വിശദീകരിച്ച് സിമ്പിളാക്കിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് പറയാതെ ഈ കൂട്ടണ 2 പീസ് കൂട്ടിയത് എന്താണ് ഈ കൂട്ടണ ഭാഗത്ത് എത്തണം. അപ്പം നമ്മളെ ഈ ഫ്രോക്ക് നൈറ്റ് ഇതായിട്ടുണ്ട്. ഇത് കുറച്ച് തടിയുള്ള ഒരാൾക്കാണ്, 56 സൈസും വേണ്ടവർക്കാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഷേപ്പ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഫ്രോക്ക് നൈറ്റിൽ നിന്ന് കേട്ടിട്ട് വലിയ സംഭവം എന്ന് വിചാരിച്ചാണ്ട് എടുത്ത ഒരാളാണ്. ഇതിന് അതുപോലെ കയറ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ചിലർക്ക് ഇതിന് കയറ് വേണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കയറ് വെപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്